എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ വന്നിക്കണത് കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതും എന്നാൽ കുറേ ആൾക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബിഗ് ജോസിനെ കുറിച്ച് പറയാനാണ്. ബിഗ് ജോസ് എന്ന പരിപാടിനെ കുറേയൊക്കെ സഹിക്കാം, പക്ഷെ അതിൽ ചെറിയൊരു കുട്ടിനെ പോലെ അഭിനയിക്കുന്ന ഒരു മുതുക്കുണ്ട്. അതിനൊക്കെ എങ്ങനെ സഹിക്കും? വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക വെറുപ്പിക്കൽ. ആരായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോക്കി. കപ്പിന് വേണ്ടി ഏതറ്റം വരെയും ഞാൻ കരയും. എന്റെ PR ടീം പറഞ്ഞതാ ഇടക്കിടക്ക് കരയാന്. എന്ത് ഓവറാണെന്ന് നോക്കി. ഇതൊരു ടാസ്ക്കാണ്, അതിലാണ് ഇത്രയും ഓവർ ആക്ടിങ്. ഇതാ പറയണ ഈ സീരിയലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരെ ഇതിൽ കൊടുന്നിട്ടുള്ള പ്രശ്നം. ഒടുക്കത്തെ അഭിനയം അപ്പോ സൈക്കൂല. പോയി പോയി എൻ്റെ എല്ലാം പോയി. ഒരു ബൊമ്മ എടുത്തോണ്ടതിനാണ് ഇമാതിരി കസർത്തൊക്കെ കാണിക്കുന്നത്. ഓഫ്, ഇതൊന്നല്ല. ഇതിന്റെ മുന്നേ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു ബൊമ്മനെയും കൊണ്ടുവന്ന് ഇത്രയും ദിവസം തള്ളി നിൽക്കിയത്. ഇതപ്പോ വീണ്ടും കരച്ചിൽ കാട്. എന്നോട് കൊല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ വല്ല നാടകത്തിലും കൊണ്ടുപോയിട്ടാ മതി. എന്നാൽ നല്ല കയ്യടിയും കിട്ടും, നല്ല കല്ലേറും കിട്ടും. അമ്മാതിരി പെർഫോമൻസ് അല്ലേ കാണിക്കണേ. ഊഫ്, അഭിനയ കുലപതി തന്നെ. ഈ കെണിക്കുട്ടിന്റെ മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും കയറിയാണ്ട് ഇടപെടും, എന്നിട്ട് അവസാനം കടന്നാണ്ട് മോങ്ങും. എന്റെ പൊന്നോ, കിണുമോൾ ഫാൻസൊക്കെ ഈ അടിയനോട് മാപ്പാക്കണം. ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ല പിന്നെ വല്ല കിളി പാറിയമാരിയാണ് കാട്ടിക്കൂട്ടണത്. ഒരു മനസാക്ഷി സാധനം അങ്ങനെയില്ല. ഇപ്പഴേ കപ്പം കൊണ്ട് തല വെക്കാൻ വേണ്ടി പോകും. അല്ല, ഈ ബിഗ് ജോസിന് വല്ല തലക്ക് വല്ല ഓളം ഉണ്ടോ? ഇമാതിരി ചണുങ്ങാ മിണുങ്ങളൊക്കെ ഇതിൽ കൊടുന്നിടാന്. പിന്നെ ഇവളുടെ അടുത്ത അടവ് എന്ന് പറയുന്നത് വമ്പൻ കോമഡിയാ. ഹോം ക്രീം ഐസ്ക്രീം ജബക് കുബക് കിബ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരെയും ശപിക്കും. ഇതാ കണ്ടില്ലേ, ഇവളാര് വല്ല മന്ത്രവാദിയോ? ഇവളടക്കം മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ തെളിക്കും. പിന്നെ കോഴിമുട്ടിയിൽ കൂടോത്രമൊക്കെ ചെയ്യും. അത് ബിഗ് ജോസ് കാണുന്ന സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം. എന്നിട്ട് ആരനെ ദേഷ്യം മൂല മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഇവളുടെ ഇങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ഫാൻസുകളൊക്കെ ഉണ്ട്. സത്യം പറയാലോ, ഇതൊക്കെ കാണുമ്പോൾ ചിരിയാ വരുന്നത്. പിന്നെ ഇവളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുലസ്ത്രീ ചമയ. ഇവളാരും തൊടാൻ പറ്റൂല, പക്ഷെ ഇവൾക്കാണെങ്കിൽ ആരിനെ വേണമെങ്കിലും തൊടാ, കെട്ടിപ്പിടിക്കുക, എന്ത് വേണമെങ്കിലും കാട്ടാം. ഇവൾ ഈ ബിഗ് ബോസിൽ വന്ന മുതൽ തന്നെ തുടങ്ങിയതാ ഓരോ ആൾക്കാരെയും മോശക്കാരാക്കല്. ഇപ്പൊ അത് അടുത്തതായി അക്ബർ എന്ന് പറയുന്ന ആളെ വളരെ ചീപ്പായി ചിത്രീകരിക്കാൻ ഒരു സംഭവം നടന്നിക്കണു. അതൊന്നും കണ്ടോക്കാം. ദാ അപ്പൊ എങ്ങനെ ഇരിക്കണു, ഒരു ടാസ്കിന്റെ ഇടയിൽ തട്ടീനും മുട്ടീനുമാണ് ഈ പറയുന്നത്. സംഭവം പുള്ളിക്കാരി ഉദ്ദേശിച്ച് ബസ്സിൽ ചാക്കി വെക്കണേണ്. എന്റെ പൊന്ന് കിണുമോളെ, അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാലേ പിന്നെ ഉസുറും പുളിയും മാനവസാരവും ഒന്നുമില്ലാത്തൊരു പരിപാടിയാണത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്റെ അവിടെ തൊട്ടു എന്റെ ഇവിടെ തൊട്ടു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അതിലും ഭേദം അങ്ങോട്ട് പോകാതിരിക്കല്ലേ നല്ലത്. ഇതിപ്പോ എന്താ അറിയോ, ഉത്തരത്തിലുള്ളത് വേണേനും കക്ഷത്തിലുള്ളത് പോകാനും പറ്റൂല. അപ്പൊ കിണുമോളും ഒന്ന് ശ്രദ്ധിക്കുക, ഇത് രണ്ടും പാടെ ഇതിന്റെ ഉള്ളിൽ നടക്കൂല. അത് കണ്ടില്ലേ, ഇത്രയും നേരം നെഞ്ചത്തടിച്ച് കരഞ്ഞിരുന്ന ആളാ അപ്പൊ അത് അളിച്ചുകൊണ്ടിരിക്കണു. ജനങ്ങളെ പറ്റിക്കണ ഇമാതിരി പരിപാടി വേറൊന്നുമില്ല. ഇതൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ പഠിപ്പിച്ചാണ്ട് വിട്ടുക്കാണ്. ചില നേരത്ത് കരയണം, ചില നേരത്ത് കോമാളി വേഷം കെട്ടണം, ചില നേരത്ത് ആംഗ്രി മൂഡാകണം. വെറുതെ അല്ല ഭൂരിഭാഗം പേരും ഇത് കാണാത്തത്. എന്നാലും ഞാനതല്ല ആലോചിക്കണേ, എന്തുകൊണ്ടാണ് നമ്മളെ ജാസിനതിലെടുക്കാന്ന്. ഓനക്കൊക്കെ പറ്റിയ പരിപാടിയാണിത്. എങ്ങനെ വേണമെങ്കിലും കടന്ന് അഭിനയിക്കും. എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളുടെ ഡ്രാമ കണ്ടപ്പോൾ രണ്ടെണ്ണം പറയണം കരുതി. ഈ പരിപാടി കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. എങ്ങനെ ഇതൊക്കെ സഹിച്ചിട്ട് ഈ TVയും പൊട്ടിക്കാതെ നിങ്ങൾ ഇതിരുന്ന് കാണുന്നത്? അമ്മാതിരി കരച്ചിൽ നാടകല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാണുന്നോല് കണ്ടോളി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിലൊന്നും ആരും കൈ കടത്താൻ വരൂല. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.